ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി കണ്ടന്റുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവൻ കാണാൻ നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ, ഈ വീഡിയോ കാണുമ്പോൾ ചിലർ വിചാരിക്കും പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്ന വീഡിയോ ആണോ എന്ന്. ഇത് മീൻ പിടിക്കുന്ന വീഡിയോ അല്ല. പുഴയുടെ ആഴമളക്കുന്ന ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ വളപാട്ടണം പുഴയുടെ ആഴമളക്കുന്ന ഒരു വീഡിയോ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പുഴയും കേരളത്തിലെ ഏറ്റവും നീളമേറിയ 10ാമത്തെ പുഴയും വെള്ളത്തിൻ്റെ അളവിൽ കേരളത്തിലെ 4ാമത്തെ വലിയ പുഴയുമാണ് വളപാട്ടണം പുഴ. ഇതിൻ്റെ നീളം വരുന്നത് 110 കിലോമീറ്ററാണ്. നമുക്കിവിടെ വേണ്ടത് ഒരു വെയിറ്റും ലെങ്തിയായ കയറുമാണ്. ഞാൻ 50 മീറ്റർ കയറാണ് എടുത്തത്. അതുപോലെ തന്നെ ഈ ലെങ്തിയായ കയറിനെ ഓരോ മീറ്റർ ഡിസ്റ്റൻസിൽ ബ്ലാക്ക് നൂല് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം വരുന്നത് നമുക്ക് ആഴം അളന്ന ഉടനെ തന്നെ എത്ര മീറ്റർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഒട്ടും വൈകിപ്പിച്ചില്ല, ആ വെയിറ്റ് എടുത്ത് അങ്ങ് പുഴയിലേക്ക് ഇട്ടു. അങ്ങനെ ആ പുഴയുടെ അടിത്തട്ടിലേക്കെത്തി കയർ പതുക്കെ പതുക്കെ ലൂസാവാൻ തുടങ്ങി. അടുത്ത ചെയ്യുന്നത് പുഴയുടെ അടിത്തട്ട് മുതൽ പാലം വരെ എത്ര മീറ്റർ ആണെന്ന് മനസ്സിലായതുകൊണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ സേഫ്റ്റി പിന്നെടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ചെയ്യുന്നത് ഈ മാർക്ക് ചെയ്ത സേഫ്റ്റി പിൻ മുതൽ വെള്ളം വരെ എത്ര മീറ്റർ ഉണ്ടെന്ന് നോക്കുന്നതാണ്. സിമ്പിളായി പറഞ്ഞാൽ നിൽക്കുന്ന പാലം മുതൽ പുഴയുടെ വെള്ളം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ എത്ര മീറ്റർ ഉണ്ടെന്ന് നോക്കുന്നതാണ്. അങ്ങനെ പാലത്തിൽ നിന്ന് പുഴയിലേക്കുള്ള ദൂരം 9 മീറ്ററാണ് വരുന്നത്. ഈ നൂല് കൊണ്ട് മാർക്ക് ചെയ്തത് കൊണ്ട് വേറൊരു ഉപയോഗം വരുന്നത് എവിടെ നിന്നാണ് വെള്ളം സ്റ്റാർട്ട് ചെയ്തതെന്ന് നനവിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ ചെയ്തതുപോലെ ഇവിടെയും സേഫ്റ്റി പിന്നെടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയാണ് പുഴയുടെ മുകൾ വശം മുതൽ അടിത്തട്ട് വരെ എത്ര മീറ്റർ ഉണ്ടെന്ന് നോക്കുന്നത്. ഫൈനലി പുഴയുടെ ആഴം വരുന്നത്
16 മീറ്ററാണ്. ടോട്ടൽ മീറ്റർ പറഞ്ഞാൽ വളപാട്ടണ പുഴയുടെ പാലത്തിൽ നിന്ന് പുഴയുടെ അടിത്തട്ടിലേക്ക് 25 മീറ്ററാണ് വരുന്നത്. I always stop